നമുക്കൊരു ബഹുമാനവും സ്നേഹവും ഒരു പെണ്ണിനോട് തോന്നണമെങ്കിൽ ആ ഡ്രസ്സിങ്ങിൽ കൂടി ഒന്ന് നമ്മൾ നോക്കും, ഒന്ന് ചിന്തിക്കും. സ്ത്രീകളുടെ വ്യക്തിത്വം തീരുമാനിക്കുന്നത് അവരുടെ ഡ്രസ്സിങ് രീതി ആണോ എന്നുള്ള ഒരു ചോദ്യമായിട്ടൊരു ഷോ. അപ്പോൾ അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും നല്ല ബോധമുള്ള ആൾക്കാരാണല്ലോ. പക്ഷേ ഷോ തുടങ്ങി കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും കാര്യം മനസ്സിലായി. അതായത് ഇന്നത്തെ ഈ ലോകത്ത് പോലും തലച്ചോറിന് പകരം പൊതിച്ചോറ് പോലും വെക്കാത്ത കുറച്ച് ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അവർ തീരുമാനിക്കുകയാണ് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അവൾ കൊള്ളില്ല, അവളെ സ്വഭാവം കൊള്ളില്ല, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് തീരുമാനിക്കുക. ചില ആൾക്കാർ പറയുകയാണ് ഈ ഒരു ഡ്രസ്സിങ് രീതി കൊണ്ടാണ് റേപ്പ് റേറ്റ് കൂടുന്നതെന്ന്. അവർ തന്നെ പറയുകയാണ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി എന്നൊക്കെ വന്നിട്ട് പറയുകയാണ്. അതായത് പുറത്തൊരു പെണ്ണ് ഇങ്ങനെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കണ കണ്ടിട്ട് അവളെടുത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് കുഞ്ഞു കുട്ടികളെടുത്ത് വന്ന് ചെയ്യണമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ലോകത്ത് ഏകദേശം 400 കോടിയുടെ മുകളിൽ ആണുങ്ങളുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇന്നത്തെ കാലത്ത് പീഡിപ്പിക്കുന്നത്. കുട്ടികളെ പീഡിപ്പിക്കുന്നതായാലും ഈ ഒരു പീഡനങ്ങൾ നടക്കുന്നതായാലും വളരെ കുറച്ച് ആൾക്കാരാണ്. അവരെ വെച്ചിട്ട് പറയുകയാണ് പെണ്ണുങ്ങളൊക്കെ പുതച്ച് മൂടി നടക്കണം. അതായത് പെണ്ണുങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള സ്വാതന്ത്ര്യമായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ അവർക്ക് അധികാരമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആണുങ്ങളെ കൺട്രോൾ പോകും. അപ്പോൾ പെണ്ണുങ്ങളാണോ പുതച്ചും കൂടി നടക്കേണ്ടത് അല്ലെങ്കിൽ കൺട്രോൾ പോണ ആണുങ്ങളെയാണോ പിടിച്ചകത്തിടേണ്ടത്? നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് പറയും.